നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ ബ്രൂവറി പ്രധാന വിഷയമാക്കാൻ പ്രതിപക്ഷം. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കഞ്ചിക്കോട് ബ്രൂവറി പ്ലാന്റിന് സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയത് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ജനങ്ങളെ കൂട്ടി സമരം തുടങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബ്രൂവറി അനുവദിക്കാനുള്ള നീക്കം വിവാദമായതോടെ പിൻവലിച്ചിരുന്നു. എന്നാൽ വീണ്ടും ബ്രൂവറി നൽകാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം വിവാദത്തിലേക്ക് നീങ്ങുകയാണ്. അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. കമ്പനി തുടങ്ങാൻ അനുവാദം ലഭിച്ച ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അനുമതി നൽകിയത്. എങ്ങനെയാണ് ഈ കമ്പനി സെലക്ട് ചെയ്യപ്പെട്ടത് എന്ന് വ്യക്തമല്ല. എന്തുകൊണ്ടാണ് ഈ കമ്പനിക്ക് മാത്രം കൊടുത്തത്? രാജഭരണമൊന്നുമല്ല ഇഷ്ടക്കാർക്ക് ദാനം ചെയ്യാൻ. ഒന്ന്, ഈ കമ്പനി ആണ്, ഇവരുടെ ഉടമകളാണ് ഡൽഹി മദ്യവിവാദത്തിൽ ഉൾപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് ഇതിൻ്റെ ഉടമകൾ. പഞ്ചാബിൽ ഇവരുടെ ലിക്കർ കമ്പനി ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കി. നിയമസഭയിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിക്കും. പാലക്കാട് കുടിവെള്ള പ്രതിസന്ധി നേരിടുന്ന കഞ്ചിക്കോട് ഫാക്ടറി തുടങ്ങാനുള്ള അനുമതിക്കെതിരെ ജനങ്ങളെ രംഗത്തിറക്കി പ്രതിരോധിക്കുമെന്നും പ്രതിപക്ഷം. ബ്രൂവറിക്കൊപ്പം എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ്, മൾട്ടി സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവയും തുടങ്ങാൻ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം.